ഫ്രണ്ട്സ് ആദറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം! എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ? വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാം കാലത്ത് കണ്ടില്ലേ? ഈ 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞിക്കിടക്കുന്ന ഇത്ര നല്ല രസോടെ കിട്ടാനോ മക്കളെ? വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ വരുമ്പോലെ ഇനിയും ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പറാടി, സൂപ്പറാ. നഫീസുമ്മയുടെ ഈ സന്തോഷത്തിൽ നിന്ന്, നഫീസുമ്മ തന്നെ വിശേഷിപ്പിക്കുന്ന പൊളി മൂഡിൽ നിന്നല്ലാതെ ഇന്ന് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാനാകില്ല. അതുകൊണ്ടാണ് നഫീസുമ്മയുടെ സന്തോഷം കെടുത്താൻ നോക്കിയ മതപണ്ഡിതനെന്ന് അവകാശപ്പെടുന്ന ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ അധമ ഭാഷണം കാണിക്കാതിരുന്നത്. നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ അതിൽ 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും നിങ്ങളും യാത്ര ചെയ്യണമെന്ന നഫീസുമ്മയുടെ പൊളി വൈബാണ് ഈ ചർച്ച കാണുന്നവരും കേൾക്കുന്നവരും ഉൾക്കൊള്ളാനും അനുകരിക്കാനും ശ്രമിക്കേണ്ടത്. വിധവയായ സ്ത്രീ വീട്ടിലിരിക്കണമെന്ന ശുദ്ധ വിവരക്കേട് മനുഷ്യരോട് പറയാൻ അറപ്പില്ലാത്ത മതപണ്ഡിതരെ തിരുത്തേണ്ടവർ തിരുത്തണം. ഇനി ഒരു നഫീസുമ്മയുടെയും സന്തോഷം കെടുത്തും വിധം അധമ ഭാഷണം നടത്താൻ ഒരു മതവും ഇങ്ങനെയുള്ളവരെ അനുവദിക്കരുത്. ഇനി നഫീസുമ്മയോടാണ്. മരണവീട്ടിൽ പോലും പോകാതെ ഒളിച്ചിരിക്കേണ്ടത് ഉമ്മയല്ല. ഏറ്റവും യോജിച്ച തൊട്ടടുത്ത അവസരത്തിൽ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുക. പൊളിമൂഡിൽ ഇനിയും റീലുകൾ ഉണ്ടാകട്ടെ. വീട്ടിലെ ഒഴിഞ്ഞ കോണിലും അടുക്കളയിലുമൊക്കെയായി ജീവിച്ചു തീർക്കുന്ന ഒരുപാട് പേർക്ക് നഫീസുമ്മ ഇനിയും പ്രചോദനമാകണം. നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ഈ ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ശ്രീ എം സുൽഫത്ത്, അധ്യാപികയാണ്, വനിതാ അവകാശ പ്രവർത്തകയാണ്. നെജു, മുസ്ലിം സ്ത്രീ അവകാശ പ്രവർത്തകയാണ്. നെജുവിനെ കുറച്ചുനാൾ മുൻപ് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഒന്നുകൂടി വിവാഹം കഴിച്ചുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇസ്ലാമിക ആചാരപ്രകാരമായിരുന്നു നെജുവിന്റെ ആദ്യ വിവാഹം നടന്നത്. അത് മാനവികതയ്ക്കും നീതിക്കും നിരക്കാത്തതാണെന്നും അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് ഒന്നുകൂടി വിവാഹിതയായാണ് നെജുവാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരാൾ. ഷഹാന എന്ന് പറയുന്ന ഈ നഫീസുമ്മ ടൂറ് പോയ, അവർക്ക് ടൂർ ഒരുക്കിയ ആ ടൂർ കമ്പനിയുടെ പ്രതിനിധിയും നമ്മുടെ ചർച്ചയിൽ ചേരും. ഒപ്പം MT മനാഫ് KNMന്റെ പ്രതിനിധിയെയും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ എം സുൽഫത്ത്, നമ്മൾ ഈ 8 മണിയിൽ തന്നെ പലതവണ ഇതുപോലെ വിവരക്കേടുകൾ പറയുന്ന മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യേണ്ടി വരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, മുൻപത്തേക്കാളും ഇടവേളകൾ കുറയുന്നു. അത്തരം സംഭാഷണങ്ങൾ ഉണ്ടാകുന്നു. അത് നമുക്ക് വീണ്ടും ചർച്ചയാക്കേണ്ടി വരുന്നു. ഇന്നിവിടെ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരു സ്ത്രീയുടെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം എന്ന് നമുക്ക് പറയാം. അത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സ്വന്തം മക്കളെ ഒരു തീരത്തടുപ്പിച്ച് അതിനുശേഷം യാത്ര പോയ ഒരു സ്ത്രീ പുറത്തിറങ്ങാനാകാതെ, അവർ തന്നെ പറയുന്നതനുസരിച്ച് മരണ വീട്ടിൽ പോലും പോകാനാകാതെ ദുഃഖിക്കുകയാണ്. അവരെ ആ നിലയിൽ എത്തിച്ചിരിക്കുന്നത് വെറും വിവരക്കേട്, ഒരു ഉളുപ്പുമില്ലാതെ മൈക്കിലൂടെ ആളുകൾക്ക് മുന്നിൽ പറയാൻ ഒരു നാണവും തോന്നാത്ത ഒരു മനുഷ്യനാണ് എന്നോർക്കണം. ഇന്ന് നമ്മുടെ ചർച്ചയിൽ അതിനെ അനുകൂലിച്ച് സംസാരിക്കാൻ ആ വിഭാഗത്തിൽ നിന്ന്, AP വിഭാഗത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ സാധാരണ ഉണ്ടാകുന്ന ഇത്തരം പരാമർശങ്ങളെയൊക്കെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആരും തന്നെ തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിനെ ആർക്കും അങ്ങനെ തുറന്നനുകൂലിച്ച് രംഗത്ത് വരാൻ കഴിയില്ല എന്നത് അവർ ഉൾക്കൊള്ളുന്നു എന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഒരു മടിയുമില്ലാതെ വീണ്ടും വീണ്ടും പറയാൻ മതപണ്ഡിതരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് ഇങ്ങനെ കഴിയുന്നത്? ഈ ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ നഫീസുമ്മയും ആ ഉമ്മയുടെ മക്കളെയും ചേർത്ത് പിടിക്കുകയും അഭിനന്ദിക്കുകയും ഹൃദയത്തിൽ തട്ടി അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത് കേട്ട് ഭയന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികാരം, അതായത് ഭയമോ അല്ലെങ്കിൽ പേടിയോ, മതത്തെ പേടിച്ചോ അകത്തിരിക്കുകയല്ല വേണ്ടത്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ അടുത്തൊരു യാത്രയ്ക്ക് തയ്യാറാവുകയും അത് സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിക്കുകയും ചെയ്യാൻ തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ്. അവതാരിക ചോദിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ തുടരെ വരേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഇത്തരം മതപണ്ഡിതന്മാർ, ഇവരെയൊക്കെ മതപണ്ഡിതന്മാർ എന്ന് വിളിക്കാമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. മതപണ്ഡിതൻ എന്ന വാക്കിന്റെ അർത്ഥം ആ മതത്തെക്കുറിച്ച് വളരെ കാര്യമായി പഠിക്കുകയും അറിയുകയും ആ മതത്തിന്റെ പ്രയോഗത്തെക്കുറിച്ച് ഓരോ മതവും കാലത്തിനനുസരിച്ച് അത് നവീകരിക്കപ്പെടേണ്ടതുണ്ട്, അതിന്റെ വ്യാഖ്യാനങ്ങൾ നവീകരിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം നവീകരിക്കപ്പെടാത്ത മനസ്സുമായി കഴിയുന്ന ഇവരെ പണ്ഡിതൻ എന്ന് വിളിക്കാവുന്ന തന്നെ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഈ അടുത്ത കാലത്തായി മുമ്പ് പള്ളികളിൽ നടത്തിയിരുന്ന വയല് എന്ന മതപ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നതിനേക്കാൾ എത്രയോ ഭീകരമായിട്ട് അന്ന് അത് ആ ഒരു സദസ്സ് മാത്രമേ കേൾക്കുകയുള്ളൂ. ഇനി എന്ത് വിവരക്കേട് വിളിച്ചു പറഞ്ഞാലും, എന്ത് മതവിരുദ്ധത വിളിച്ചു പറഞ്ഞാലും, സ്ത്രീവിരുദ്ധത വിളിച്ചു പറഞ്ഞാലും ഒക്കെ അത് അവര് മാത്രമേ കേൾക്കുമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉള്ളത് തന്നെ ഇത് ലോകം മുഴുവൻ എത്തുകയാണ്. എത്രമാത്രം എനിക്ക് തോന്നുന്നു ഈ മതം എത്രമാത്രം അവഹേളിക്കപ്പെടുകയാണ് ഇതിലൂടെ എന്ന് ഈ പണ്ഡിതന്മാർ എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്, അല്ലെങ്കിൽ ഇവരെ തിരുത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ആ സദസ്സിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ഉയരേണ്ടിയിരുന്നു. അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, അതായത് വിധവ വെള്ളവസ്ത്രം ധരിച്ച് മറ്റ് ഒന്നിലും പങ്കെടുക്കാതെ ഒതുങ്ങി കഴിയണം, അല്ലെങ്കിൽ ശിഷ്ടകാലം ഭർത്താവിനെ ഓർത്ത് അല്ലെങ്കിൽ കഴിയണം എന്നൊക്കെ ഇസ്ലാം മതം അങ്ങനെ പോലും പറയുന്ന ഒരു മതമല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. ഒരു സ്ത്രീക്ക്, ഒരു വിധവയ്ക്ക് വിവാഹം അനുവദിക്കുന്നതില് വളരെ മുമ്പേ തന്നെ അങ്ങനെ അനുവദിച്ച്, അതായത് വിവാഹം അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷങ്ങളും ഒക്കെ തുടങ്ങുക. അങ്ങനത്തെ ഒരു മതപണ്ഡിതൻ ഈ മനുവാദം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് സന്തോഷം, ഒരു മനുഷ്യന്റെ സന്തോഷം കെടുത്താൻ ഈ പറയുന്ന ആർക്കാണ് അധികാരമുള്ളത്? ഒരു സ്ത്രീ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ കഷ്ടപ്പെട്ട അതിനുശേഷം അത് മനസ്സിലാക്കുമ്പോൾ അവരെത്രത്തോളം അവരുടെ 3 മക്കൾക്ക് വേണ്ടി ജീവിച്ച് ഒരു ഘട്ടത്തിൽ ആ മക്കളെ കൂടെ പോവുകയും ആ സന്തോഷം എന്തുകൊണ്ടാണ് സന്തോഷം പ്രകടിപ്പിക്കാനോ സന്തോഷിക്കാനോ പാടില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഈ പണ്ഡിത വർഗം, ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരാളത് പറഞ്ഞപ്പോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് തിരുത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയായിരുന്നു വേണ്ടത്. തീർച്ചയായിട്ടും ആ പണ്ഡിതനെ കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാപ്പ് പറയിക്കാൻ കഴിയണം. മതവിശ്വാസികൾക്ക് ആ സ്ത്രീയോട് മാപ്പ് പറഞ്ഞു. കാരണം അവർ ഇന്ന് അനുഭവിക്കുന്ന സംഘർഷം, അവര് ഒരു സമയത്ത് എത്രയോ സംഘർഷം അനുഭവിച്ച ഒരു സ്ത്രീയാണ്. അവരുടെ സന്തോഷത്തെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് അവരെ പൊതു സമൂഹത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. അത് കേട്ടിരുന്ന എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇത് തന്നെയാണ്, ഇത്തരം മതപണ്ഡിതന്മാരെ തിരുത്താൻ മതത്തിനകത്തു നിന്ന് തന്നെ ശക്തികൾ ഉണ്ടാവേണ്ടതുണ്ട്. കാലത്തിനനുസരിച്ച് ഈ വ്യാഖ്യാനങ്ങൾ, എല്ലാ മതവും ആണധികാര മതങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഓരോ സ്ത്രീയുടെ സന്തോഷം, സ്ത്രീകൾ ആഹ്ലാദിക്കുന്നത്, സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്, സ്ത്രീകൾ കായിക വ്യായാമത്തിൽ ഏർപ്പെടുന്നത്, സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, ഇതിനെയൊക്കെ നോക്കിയിരുന്ന് നിയന്ത്രിക്കാൻ വേണ്ടി ഒരു വിഭാഗം, ഞാൻ ഇസ്ലാം മതത്തിലെ എല്ലാ പണ്ഡിതന്മാരെയും പറയുന്നില്ല, വലിയൊരു വിഭാഗം ഒരു ആധുനിക കാലത്ത്, കാരണം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരുന്നതും സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നതും സഹിക്കാൻ കഴിയാതെ തങ്ങളുടെ അടിമകളായി സ്ത്രീകൾ ഇരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് വീണ്ടും ഇത്തരം ഓരോ ഫത്വകളുമായിട്ട്, അല്ലെങ്കിൽ ഓരോ തരത്തിൽ, ഇതിപ്പോ ചിലരൊക്കെ പറയുന്നത് കേട്ടു, അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്ന വീഡിയോകളും ഉണ്ട്. അതാണ് ഏറ്റവും വളരെ സങ്കടം തോന്നുന്നത്. അതിനെ ന്യായീകരിക്കാൻ ഇത്രയൊക്കെ ആയിട്ടും തയ്യാറാകുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇത്തരം കുറെ ആളുകളുണ്ട് എന്നുള്ളത് വളരെ ലജ്ജാകരമാണ്. ഞാൻ ചില മതപണ്ഡിതന്മാർ, മതം പഠിക്കാൻ പോകുന്നവരെന്ന് പറയുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചു നോക്കി. പലരും വിദ്യാഭ്യാസമായി വളരെ താഴ്ന്ന നിലവാരത്തിലുള്ളവര്, അല്ലെങ്കിൽ സാമൂഹ്യ ബോധമില്ലായ്മ, ഇതൊക്കെയുള്ള കുറെ ആളുകൾ മതപണ്ഡിതന്മാർ. ഓഡിയോയിൽ എന്തോ പ്രശ്നം വരുന്നുണ്ട് സുൽഫത്ത്, പറയുന്നത് വ്യക്തമാകുന്നില്ല. ക്ലിയർ ആകുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആണ്. അതായത് ഈ പണ്ഡിത വർഗത്തിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഈ പറയുന്ന മതം ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാസിസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ്. ഇത്തരം ഈ പണ്ഡിതന്മാർ പറയുന്ന സാമൂഹ്യ വിരുദ്ധത, ജനാധിപത്യ വിരുദ്ധത, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി ഇവർ പറയുന്നതൊക്കെ ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് മുസ്ലിം സമൂഹം ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഗുണം ചെയ്യുക ഈ പറയുന്ന ഇസ്ലാമോഫോബിയ വളർത്തുന്നവർക്കും ഇസ്ലാമിനെതിരായ ചിന്തകളും കൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ
എന്താ പറയാ, ഇന്ത്യയിൽ ഇസ്ലാമിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികൾക്കുമാണ് ഗുണം ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം പണ്ഡിതന്മാരെ തിരുത്താൻ മത നേതൃത്വം തയ്യാറാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ നവീകരിക്കപ്പെടാത്തത് എന്തും നശിച്ചു പോകും എന്നുള്ളത്. നവീകരിക്കപ്പെടാത്തതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നവീകരിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ്. സ്ത്രീകൾ ഈ രീതിയിൽ യാത്ര പോകുന്നു, അതിന്റെ വീഡിയോ ഇടുന്നു, അതിലെന്താണ് അസ്വസ്ഥത എന്ന് മനസ്സിലാകുന്നില്ല. ആ സ്ത്രീ വളരെ നോക്കിയാൽ ഒരു ഇസ്ലാമിക വേഷത്തിൽ തന്നെയാണ്. അങ്ങനെ ഞാൻ അതിനെ ആ രീതിയിൽ പറയുന്നതല്ല. അത് കണ്ട് അസ്വസ്ഥരാകുന്ന ഇത്തരം പണ്ഡിതന്മാർ ഇവരെങ്ങനെയാണ് ഈ മതത്തെ മുന്നോട്ട് നയിക്കുക? ഈ മതത്തിന്റെ നാശം ഒരുപക്ഷെ ഇവരിലൂടെയൊക്കെ തന്നെയായി. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇടയ്ക്ക് ശബ്ദത്തിൽ വ്യക്തതക്കുറവ് ഉണ്ടാകുന്നുണ്ട്, അത് ഒന്ന് പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക കൂടിയാണ്. PCR കൂടിയാണ്. ശ്രീമതി നെജു, ഇവിടെ ഇപ്പോൾ സുൽഫത്തിനേക്കാൾ മാറി നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഒരു പക്ഷേ ഒരു യോജിപ്പുണ്ട് എങ്കിൽ പോലും ജീവിത രീതികൾ വ്യത്യസ്തമാണ്. മതത്തിൽ നിന്നുകൊണ്ട്, മതത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടി പോരാടുന്ന വ്യക്തിയാണ് നെജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ മതത്തിൽ വിശ്വസിക്കുന്ന താങ്കൾ ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും തല താഴ്ത്തിക്കൊണ്ടല്ലാതെ ഇത് ഞങ്ങളുടെ മതപണ്ഡിതനാണ് എന്ന് പറയാൻ കഴിയുമോ? ഒരു തരത്തിലും നമ്മൾക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ആ സ്ത്രീ അവരുടെ എത്രയോ ദുരിതപർവങ്ങൾ താണ്ടി വന്ന സ്ത്രീയാണ് അവര് ഇപ്പൊ അവരുടെ ഈ മാധ്യമങ്ങൾ വഴി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ 30കളിൽ അവരുടെ പങ്കാളി മരണപ്പെട്ടതാണ്. അന്ന് അവരുടെ ഇളയ കുട്ടിക്ക് 7 മാസം, അതായത് ഒരു കൈക്കുഞ്ഞാണെന്ന് അവരുടെ ഇളയ കുട്ടി കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവരുടെ പങ്കാളി നഷ്ടപ്പെടുന്ന അവര് ജീവിതത്തിൽ തനിച്ചാവണ്. അന്ന് അവരുടെ ഒപ്പം കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു മാതാവും വൃദ്ധനായ പിതാവും ഉണ്ട്. സ്വന്തമായിട്ട് വീടില്ല. ആ ഘട്ടത്തിലാണ് ആ സ്ത്രീ തനിച്ചായി പോണത്. അവര് സ്വന്തം നയിച്ചിട്ടാണ് ജീവിതം കരിപ്പിടിപ്പിക്കുന്നത്, മക്കളെ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞ് അവരെ വിവാഹം കഴിക്കുന്നു. ഇതെല്ലാനും കഴിഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ എല്ലാനും കഴിഞ്ഞപ്പോഴേ അവരവരെ പ്രാരാബ്ധങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞ സമയത്ത് അവരുടെ മക്കളോടൊപ്പം ഒരു യാത്ര പോയതില് ഇവർക്ക് എന്താണ് ഇത്ര കുഴപ്പം? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്ത സംഗതി. ഇപ്പൊ നേരത്തെ സുൽഫത്ത് ടീച്ചർ പറഞ്ഞ പോലെ പലപ്പോഴും ഇവര് ആക്ഷേപിക്കുന്ന ഒരു വിഷയം ഈ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞിട്ട് ഇവര് അതിൽ എന്തെങ്കിലും കുറവ് കാണുമ്പോൾ അത്തരം സ്ത്രീകളെ വിമർശിക്കാനുള്ള ഒരു ത്വര നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ സ്ത്രീയുടെ കാര്യത്തില് അതുകൂടി അവർക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഒരു ഘട്ടത്തില് അവര് ഈ 55 വയസ്സിൽ അവരവരുടെ മക്കളോടൊപ്പം യാത്ര പോയതിൽ ഇവര് ഇത്ര ബേജാറാവണത് എന്തിനാന്നാണ് നമ്മൾക്ക് മനസ്സിലാവാത്തുള്ളത്. ഇവര് പഠിച്ച ഏത് ഗ്രന്ഥത്തിലാണ് വിധവകളായ സ്ത്രീകള്, പങ്കാളി നഷ്ടപ്പെട്ട സ്ത്രീകള് വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട്, അങ്ങനെ തന്നെയാണ് ആ പണ്ഡിതനാമധാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആ വേഷധാരിയായിട്ടുള്ള ആ മനുഷ്യൻ പറയണത്, വീടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ദിക്കറും സ്വലാത്തും, അതായത് പ്രാർത്ഥന ചൊല്ലി വീട്ടിലിരിക്കണം എന്നാണ് പറയണത്. ഇതൊക്കെ ഇവര് ഏത് മതഗ്രന്ഥം ധരിച്ചിട്ടാണ് ഈ പറയണത്? നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, ഇസ്ലാമിക ചരിത്രം പഠിച്ചു വരുമ്പോൾ അത് മാത്രമല്ല ശ്രീമതി നെജു, 55 വയസ്സ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 55 വയസ്സ് മാത്രമാണ് ഈ ഉമ്മയ്ക്കുള്ളത്. അതിനകം ഇത്രയധികം പ്രാരാബ്ധങ്ങൾ നടന്നുപോയി. അപ്പോൾ എത്ര വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാകും എന്നതൊക്കെ, അനീതിയുടെ ഏതൊക്കെ ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും എന്നത് ഓർക്കണം. ഏതാണ്ട് അവരുടെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ പ്രായം തോന്നുന്ന ഒരു മനുഷ്യനാണ് വല്യമ്മ വീട്ടിൽ പോയി ഇരിക്കാൻ പറയുന്നത്. അതെ, ഇത് ഇവർക്ക് മാത്രം കേൾക്കേണ്ടി വന്ന ഒരു ആരോപണമല്ല. നേരത്തെ മാം പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം കഴിച്ചപ്പോൾ ഞാനൊരു 59 വയസ്സുള്ള സ്ത്രീയാണ്. ഞങ്ങളെ ഇവിടെ പൗരോഹിത്യം ആക്ഷേപിച്ചത് വയസ്സനും വയസ്സത്തിന്ന് വിളിച്ചിട്ടാണ് ആക്ഷേപിച്ചത്. അതൊക്കെ അവരുടെ പ്രയോഗങ്ങളാണ്. അത് അവർ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ പുറകോട്ട് വലിക്കാനായിട്ട്, അവരെ കയറില്ലാതെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സൂത്രങ്ങളാണ് അതെല്ലാവരും. അതിലൊക്കെ സ്ത്രീകൾ വീണു പോവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളൂ. ഇവര് നമ്മൾ ചരിത്രം പഠിച്ചു വരുമ്പോൾ ചരിത്രത്തില് യുദ്ധം നയിച്ച സ്ത്രീകളുണ്ട്, കച്ചവട സംഘങ്ങളെ നയിച്ച സ്ത്രീകളുണ്ട്, അതത് കാലത്തുണ്ടായിരുന്ന കായികമായിട്ടുള്ളതും കലാപരമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ മുഴുകിയിരുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കൂടി പഠിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ത്രീ ഒരു അന്യ സംസ്ഥാനത്ത് മഞ്ഞിൽ പോയി കളിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. യാത്ര പോയതിൽ എന്താണ് തെറ്റ്? അവരിനി അന്നത്തെ കാലത്ത് ഇവര് പറയണ, ഇവരിപ്പൊ ഈ 6-ാം നൂറ്റാണ്ടും ഒക്കെ പറഞ്ഞു വരുമ്പോഴേ, ആ കാലത്തെ പറയുമ്പോഴേ അന്നത്തെ കാലം അതായിരുന്നു. ആ കാലത്ത്
ആചാരങ്ങളെയും അന്നത്തെ സംസ്കാരത്തിനെയും അന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് അന്ന് നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇതിലേക്ക് ചേർത്തിണക്കേണ്ട കാര്യം തന്നെ ഇല്ല. കാലം പുരോഗമിക്കണ, അന്ന് റീൽസ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ റീൽ ചെയ്തിരുന്നില്ല, അത്രയും തന്നെ ഉള്ളൂ. ഇപ്പോ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രയും വ്യാപകമായ കാലത്ത് അവരുടെ സന്തോഷമുള്ള കാര്യങ്ങൾ അവര് നവമാധ്യമങ്ങളിൽ ഇട്ടതിന് അവർക്ക് എന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ? അത് അവരുടെ സന്തോഷമല്ലേ? അവരുടെ ദുഃഖത്തിന്റെ ഇടയിൽ, അവരുടെ ആ ആപത്തിന്റെ ഘട്ടത്തില് അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യത്തിന്റെ ഘട്ടത്തില് ഈ സമുദായ സംഘടനകളെ ഏതെങ്കിലും വന്ന് ഇടപെട്ടിട്ടുണ്ടാവോ? അപ്പൊ അന്നൊക്കെ നിശബ്ദരായിരുന്ന, അന്നൊന്നും ഇടപെടലുകൾ ഇല്ലാതിരുന്ന ഈ മനുഷ്യന്മാര് അവരുടെ സന്തോഷത്തിൽ എന്തിനാണ് ഇത്ര ബേജാറാവണത്? അവര് മഞ്ഞുമാരി കളിക്കട്ടെ, അവര് സന്തോഷിക്കട്ടെ. അവരെത്ര സങ്കടത്തിൽ കൂടി കടന്നു വന്ന സ്ത്രീയാണ്. അവരതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനായിട്ട് ഏത് വേദഗ്രന്ഥമാണ് ഇവരുടെ കയ്യിലുള്ളത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഈ പൗരോഹിത്യം ഏത് വിഭാഗത്തിൻ്റെതായാലും എന്നും സ്ത്രീ വിരുദ്ധമാണ്, എന്നും മാനവിക വിരുദ്ധമാണ്, എന്നും മനുഷ്യത്വ വിരുദ്ധമാണ്. എത്രയോ പരാമർശങ്ങൾ, എത്രയോ പ്രഭാഷണങ്ങളാണ് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കേട്ടുവരുന്നത്. ഇപ്പൊ ഈ നവമാധ്യമങ്ങൾ വഴി ഇത് കുടുംബത്തിലേക്ക് വല്ലാതെ പ്രചരിക്കുകയാണ്. ഇത് സ്ത്രീകളെ വല്ലാത്ത മാനസിക ആഘാതം ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളിൽ. ആ സ്ത്രീ തന്നെ അന്ന് അനുഭവിച്ച സന്തോഷമൊക്കെ ഇവര് തല്ലിക്കെടുത്തില്ലേ? ഈ അടുത്ത ദിവസം അവരുടെ ഏറ്റവും അടുത്തൊരു ബന്ധു മരിച്ച വീട്ടിൽ അവർക്ക് പോകാൻ പറ്റിയില്ല. എന്താണ് ഇവർ ഇതുവഴി നേടുന്നത്? ഈ ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ഒരു ജനവിഭാഗമല്ലേ ഈ സ്ത്രീകള്. ഇവർക്ക് ഭരണഘടന അനുവദിക്കുന്ന ലിംഗനീതിയുണ്ട്, സമത്വമുണ്ട്, സാഹോദര്യമുണ്ട്. എല്ലാരും ഇവര് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് തച്ചുടച്ച് കളയല്ലേ? ഇതൊക്കെ സ്ത്രീകള് നിവർന്ന് നിന്നിട്ട് പറയാൻ തയ്യാറാവണം. ഞങ്ങൾ വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങൾ ഈ ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലെങ്കിൽ എന്റെ റബ്ബ് എന്റെ കണ്ഠനാടിയേക്കാൾ അടുത്താണ്. ഞാനും എന്റെ റബ്ബും കൂടിയുള്ള ഞങ്ങൾ തമ്മിൽ സംവദിച്ചോളാം. ഞാൻ അങ്ങനെ തന്നെ. എന്റെ നരകവും സ്വർഗവും ഈ തലയെക്കെട്ടുകാരും അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാരെന്ന് അഭിരമിക്കുന്ന ആളുകൾ തീരുമാനിക്കേണ്ട. എന്റെ സ്വർഗവും നരകവും ഞാൻ എന്റെ റബ്ബും കൂടി തീരുമാനിച്ചോളാണ് സ്ത്രീകൾ നിവർന്നു നിന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരുടെ അപ്രമാദിത്യം അതോടുകൂടി അവസാനിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീമതി സുൽഫത്ത്, നമ്മൾ കുറച്ചു നാൾ മുമ്പ് കണ്ടതാണ് ഒരു 10 വയസ്സുള്ള പെൺകുട്ടി ഒരു സ്റ്റേജിൽ കയറി സമ്മാനം മേടിച്ചപ്പോൾ അവളെ തിരുത്തുന്നത്. ഈ അടുത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ് വ്യായാമം ചെയ്ത് കാലകറ്റി നഷ്ടവും നാശവും വരുത്തി വെക്കുന്ന സ്ത്രീ എന്ന് എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മതം പറഞ്ഞത് ചെയ്ത് എല്ലാ ഉത്തരവാദിത്വങ്ങളും കഴിഞ്ഞ് അവർ പറയുന്നത് പോലെ തന്നെയാണെങ്കിൽ പോലും വയസ്സാങ്കാലത്ത് ഒരു യാത്ര പോയതിന് അവിടെയും ഇത്രയും അധമമായ വാക്കുകൾ ചൊരിഞ്ഞ് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഏത് പ്രായത്തിൽ ഏത് കാലത്താണ് മുസ്ലിം സ്ത്രീക്ക് മനസമാധാനമായി ജീവിക്കാൻ കഴിയുക? ഈ നെജു പറഞ്ഞതുപോലെ ഇവർക്ക് എന്ത് അധികാരമാണ്? ഇസ്ലാം അങ്ങനെ ഒരു അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ മതത്തിൽ നിന്നുള്ള മനുഷ്യർ തന്നെ, മതത്തിൽ നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെ തയ്യാറാകണം. എനിക്ക് തോന്നുന്നത് ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, തൊഴിൽ നേടുന്നു, ഇവരുടെ അടിമപ്പണി എടുക്കാൻ കിട്ടാത്തത് കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നത് കണ്ട് ഭയന്ന് അല്ലെങ്കിൽ തങ്ങളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകുമോ എന്നുള്ള ആശങ്കയിൽ നിന്നാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും വിളിച്ച് പറയുന്നത്. യാതൊരു ഒളിപ്പുമില്ലാതെ വായിക്ക് വന്നത് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവരൊക്കെ ഇത്രയും തരം താഴ്ന്നു പോകുന്നു എന്നുള്ളതാണ്. ഈ ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. മതവിശ്വാസികളിൽ നിന്ന് തന്നെ ഇവരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വരണം. ഇതിനെ ന്യായീകരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമോ? ഇദ്ദേഹം പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. ഈ പറഞ്ഞ സ്ത്രീയോട് അവരുടെ ആഹ്ലാദം കെടുത്തിക്കളയുന്നത് എങ്ങനെയാണ്? മറ്റൊരാളിന്റെ ആഹ്ലാദം കെടുത്തിക്കളയാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത്? അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടം വരെയും അവര് ദുരന്തത്തിലും ദുരിതത്തിലും ജീവിച്ച ഒരു സ്ത്രീ അല്പം ആഹ്ലാദിക്കുന്നു. അവരുടെ മക്കളോടൊപ്പം ആഹ്ലാദത്തിന് പോകുന്ന ഏതോ ഒരു സ്ത്രീ, വിധവകൾ പല 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. വിധവയായ സ്ത്രീ വീട്ടിലിരുന്ന് ദിക്റി അല്ലണമെന്ന്.
വിധവയായ പുരുഷനോ? ഈ പറയുന്ന ആളുകൾക്ക് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ, പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ എത്രയോ ദിവസത്തെ വളരെ പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച് അടുത്ത ജീവിതം തുടങ്ങുന്ന ഈ മനുഷ്യന്മാരാണ് ഇങ്ങോട്ട് പറയുന്നത് വിധവ വിക്രി ചെല്ലി വീട്ടിലിരിക്കണം എന്ന്. ഇങ്ങനെ പറയാൻ ഇവർക്ക് കഴിയുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും, പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം എങ്കിലും ഉള്ളത് കൊണ്ടാണ്. അവർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവരിത് വിളിച്ചു പറയുമ്പോ ഇതുകൊണ്ടുണ്ടാകുന്നത് അത് കേൾക്കുന്ന സ്ത്രീക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ മാത്രമല്ല, മറിച്ച് ഇസ്ലാമിനെതിരായിട്ടുള്ള ശക്തികൾക്ക് കൂടി അവർ വളം വെച്ചു കൊടുക്കുകയാണ്. അതും കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സംഘപരിവാർ ഫാസിസ്റ്റ് കാലത്ത് അത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇവരോടുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇവരെ ഒരു ദുരന്തമായിട്ട് തോന്നി ഇത്തരം ദുരന്തങ്ങൾ. ശരി, ഈ ഓഡിയോയിലുള്ള പ്രശ്നം ഇപ്പോഴുമുണ്ട്. ശ്രീമതി സുൽഫത്ത്, ഒന്ന് മൈക്ക് ശരിയാക്കാൻ ശ്രമിക്കൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റ് അതിഥികളിലേക്ക് കൂടി എത്താം. വീണ്ടും ചർച്ചയിലേക്ക്. MT മനാഫ് KNMന്റെ പ്രതിനിധി നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തെ ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീമതി നെജു, ഇവിടെ ഇപ്പോൾ ഈ ഉമ്മയുടെ മകൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, അവരുടെ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വിശദീകരിച്ചുകൊണ്ടും എന്താ വിധവയ്ക്ക് യാത്ര ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുമൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ്. അതിൽ പറയുന്നുണ്ട്, ഉസ്താദ് പറഞ്ഞതുപോലെ 10-24 കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്നത് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുമായി എൻ്റെ ഉമ്മയ്ക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരു പ്രസവം നടക്കുന്ന അന്നത്തെ ദിവസം പോലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ അവരനുഭവിച്ച ജീവിതകാലത്തിലെ യാതനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. ആ ഒരു സ്ത്രീയാണ് ഇത്രയധികം സന്തോഷത്തോടിട്ട വീഡിയോ അതിനുശേഷം ഇപ്പോൾ വീടിന് വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത നിലയിലിരിക്കുന്നത്. ആ മകളെ ചർച്ചയിലേക്ക് പങ്കെടുക്കാമോ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാമോ, ആ സന്തോഷം പങ്കുവെക്കാമോ, ആ ഒരു മെസ്സേജ് കൊടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഇനി ഒരു പ്രതികരണത്തിനും ഞങ്ങളില്ല എന്നാണ് പറയുന്നത്. ആ ഇട്ട പോസ്റ്റ് പോലും പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മറ്റൊന്നുമല്ല അതിന് പിന്നിലെ കാരണം, ഞങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ് എന്നവർ പറയുന്നു. അവരുടെ അഭിപ്രായത്തെ നമുക്ക് മാനിക്കാം. പക്ഷെ നോക്കൂ, ഏറ്റവും നല്ല മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കായാലും മറ്റേത് സമുദായത്തിലെ സ്ത്രീകൾക്കായാലും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മെസ്സേജ് സ്വന്തം ജീവിതത്തിലൂടെ പകർത്തിയ, കാണിച്ച, അത് പ്രചരിപ്പിച്ച ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നു. അതേസമയം ഈ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിന്ന് ഇത്രയും വിവരക്കേട്, ഇത്രയും മനുഷ്യൻ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞ വ്യക്തി പുറത്തിറങ്ങി നടക്കുന്നു എന്ന ഒരു സാഹചര്യം. ഇത് തിരുത്തപ്പെടേണ്ടേ? ആ കുടുംബത്തിനൊപ്പം ഉണ്ടാകേണ്ടേ സമൂഹം? ഇതൊരു പാഠമാക്കി മാറ്റേണ്ടേ? ഇങ്ങനെ ഓരോ തവണ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ കുടുംബം മറ്റെന്ത് അനുഭവിക്കുന്നു, ഏത് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു എന്നൊന്നും അറിയാതെ അങ്ങ് കടന്നുപോയാൽ മാത്രം മതിയോ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനില്ലേ? അല്ലെങ്കിൽ സംഘടനകളില്ലേ? രാഷ്ട്രീയ പാർട്ടികളില്ലേ? അങ്ങനെയുള്ളവരുടെ ഇടപെടൽ ഉണ്ടാകേണ്ടത് ഈ വിഷയത്തിലല്ലേ? എന്തുകൊണ്ട് ഈ വിഭാഗങ്ങളൊക്കെ ഇങ്ങനെ മൗനം പാലിക്കുന്നു ഈ വിഷയത്തിൽ? അതാണ് നമ്മൾക്ക് മനസ്സിലാവാത്ത. ടീച്ചർ അല്ല, നെജുവിനോടാ ചോദ്യം. അതാണ് നമ്മൾക്ക് മനസ്സിലാകാത്ത വിഷയം. ഇവിടെ മതത്തിന്റെ വിഷയത്തില് മതം പറഞ്ഞ് സ്ത്രീകളെ ഭയപ്പെടുത്തുകയാണ് പലപ്പോഴും. സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് സ്ത്രീകളെ ഭയപ്പെടുത്തി ഇപ്പൊ ആ സ്ത്രീയും കുടുംബവും ഉൾവലിഞ്ഞു കഴിഞ്ഞ് അവരിനിയിപ്പൊ അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വരെ ഡിലീറ്റ് ചെയ്ത് അവർ വല്ലാതെ ഭയപ്പാടിലായി കഴിഞ്ഞു. ഇത് തന്നെയാണ് ഈ പൗരോഹിത്യം ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പലതരത്തില് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിന് നിന്നു കൊടുക്കാതിരിക്കുക, നട്ടല് നിവർത്തി നിന്ന് സംസാരിക്കുക. അത് ഇത്രയും തന്നെ ഉള്ളൂ. അവരവര് വായിക്കാൻ തയ്യാറാകുക, അവരവരുടെ മതഗ്രന്ഥങ്ങള് അവരവരുടെ പക്ഷത്ത് നിന്ന് വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് എന്റെയും കൂടി ദൈവമാണ്. ഇത് സ്ത്രീയും പുരുഷനും ദൈവത്തിന്റെ സമസൃഷ്ടികളാണ്. ഈ ഗ്രന്ഥങ്ങളെല്ലാനും സ്ത്രീക്കും പുരുഷനുമായിട്ടുള്ളതാണ്. ദൈവം സംസാരിക്കുന്നത് പുരുഷനോടല്ല, സ്ത്രീയോടും പുരുഷനോടും ആണെന്നുള്ളത് ഈ സ്ത്രീകളും മനസ്സിലാക്കുകയും അവര് വായിക്കാൻ തയ്യാറാകുകയും അവരുടെ ഭാഗത്തു നിന്നൊരു സ്ത്രീപക്ഷ വായന ഈ വേദഗ്രന്ഥങ്ങൾക്ക് ഉണ്ടാകുകയും
ഒക്കെ ചെയ്ത് അവരതിനെ അത് വെച്ചിട്ട് പൊതുസമൂഹത്തോട് സംവദിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ ഉണ്ടാവും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇവര് തന്നെ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്ന കുറെ കാര്യങ്ങളില്ലേ, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, കല്യാണങ്ങൾക്ക് വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകള് ഇപ്പൊ മുട്ടിന് ഫ്ലെക്സ് അടിച്ചു വെച്ച് ആത്മരതി ഇടണത് നമ്മൾ കാണുന്നില്ലേ? അതേപോലെ സ്വന്തമായിട്ട് വീഡിയോ യൂട്യൂബ് ചാനലുകളല്ലേ അവരുടെ മുഖ്യമായിട്ടുള്ള വരുമാന മാർഗം. ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞാൽ മതി. ഈ പൗരോഹിത്യം ഇല്ലാത്തൊരു മതത്തില് എന്തിനാണ് ഇവർക്ക് വല്ലാതെ കീഴ്പ്പെടാനായിട്ട് ഈ സ്ത്രീകൾ നിൽക്കണത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാത്തത്. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വിഷയം വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മത നേതൃത്വത്തിനെയും പൗരോഹിത്യത്തിനെയും ഒന്നും വല്ലാതെ വെറുപ്പിക്കാനൊന്നും തയ്യാറാകൂല. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായിട്ട് മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ വിഷയങ്ങൾ ഇപ്പൊ ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത്. മുസ്ലിം സ്ത്രീകളുടെ ലിംഗനീതിപരമായിട്ട് സ്വത്തവകാശ വിഷയം, ബഹുഭാര്യത്വത്തിന്റെ വിഷയങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഇപ്പൊ സമൂഹത്തിൽ ഉച്ചത്തിൽ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായത് ഇപ്പൊ പറയാൻ തയ്യാറായത് ഇപ്പോഴാണ്. പലപ്പോഴും ഭയപ്പെട്ട് സ്ത്രീകൾ ഉൾവലിയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ കുറെ സ്ത്രീകൾ ഇതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്വത്തവകാശ വിഷയത്തിലൊക്കെ ഫോജം എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഫോറം ഫോർ ജെൻഡർ ഈക്വാലിറ്റി എമംഗ് മുസ്ലിംസ് പല വിഷയത്തിൽ ഇപ്പൊ ഈ നബീസുമ്മയുടെ വിഷയത്തില് അവർ ഇതിലും വലിയൊരു വിഷമത്തിൽ കൂടി ഒരു ഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. അവർക്ക് 3 പെൺമക്കളായിരുന്നു. അവരുടെ പങ്കാളി മരണപ്പെടുന്ന സമയത്ത് അവർക്ക് 3 പെൺമക്കളാണ്. പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ആ മനുഷ്യന്റെ സ്വത്തില് 8/1 ഈ സ്ത്രീക്ക് അവകാശവും ബാക്കി 1/3 ഭാഗം ഈ പെൺകുട്ടികൾ മാത്രമായതിന്റെ പേരിൽ 1/2 സ്വത്താണ് ഈ കുട്ടികൾക്ക് കിട്ടുള്ളൂ. ബാക്കി ഒരു ഭാഗം മറ്റ് അവകാശികളായിട്ട് സഹോദരങ്ങൾ, മരണപ്പെട്ട പിതാവിന്റെ സഹോദരങ്ങൾ അവകാശികളായിട്ട് വരും. എന്നിട്ട് സംരക്ഷണ ബാധ്യത ഉണ്ടെന്ന് പറയും. പിന്നെ അതൊന്നും നമുക്കൊരു കോടതി വഴിയൊന്നും അതിന്റെ സംരക്ഷണം ഒന്നും ഉറപ്പിക്കാനൊന്നും ഒരു പറ്റാത്ത ഘട്ടത്തില് അങ്ങനത്തെ ഒരു വിഷമസന്ധി കൂടി ആ സ്ത്രീ കടന്നു പോയിട്ടുണ്ടാകണം. പിന്നെ ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പോ പിന്നെ സ്വത്തൊന്നും ചോദിച്ച ആരും വന്നിട്ടുണ്ടാവില്ല. എത്രയോ വിഷയത്തിൽ കൂടിയാണ് ഈ മുസ്ലിം സ്ത്രീകൾ കടന്നു പോണത്. പക്ഷെ ഇതൊക്കെ ശബ്ദം ഉയർത്തി പറയാനായിട്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ടാണ് സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുള്ളൂ. അത് മാറ്റം ഉണ്ടാകും എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യണം. മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. ശരി, മാറ്റമുണ്ടായേ മതിയാകൂ. ശ്രീമതി ഷഹാന കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ ടൂർ കമ്പനിയുടെ പ്രതിനിധിയാണ് ഷഹാന. ഈ ഉമ്മയെ തന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനുള്ള സാഹചര്യമില്ല. അവർ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. മകളെയും ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഷഹാനയോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ ടൂർ 3 മാസം മുമ്പ് നടന്നതാണ്. അന്ന് ഈ യാത്ര വന്നവരിൽ ഈ ഉമ്മ എങ്ങനെയായിരുന്നു? നിങ്ങൾക്ക് ഓർത്തെടുക്കാവുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കാമോ? ഷഹാന കേൾക്കാമോ? ഷഹാന കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. നഫീസ് ഉമ്മ, ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് പൊളി വൈബില് പൊളി മൂഡിലുള്ള ഉമ്മയെ കണ്ടിട്ട് നല്ല സന്തോഷമാണ്. അപ്പോൾ ആ ടൂറിനിടയിൽ അത്രമാത്രം സന്തോഷത്തിൽ ഇടപെട്ട വ്യക്തിയാണല്ലോ. എന്താണ് നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നത്? നമ്മള് കോഴിക്കോട് നിന്ന് തുടങ്ങിയ യാത്രയായിരുന്നു. കോഴിക്കോട് മുതൽ തിരിച്ച് കോഴിക്കോട് വരെ യാത്ര തുടർന്നുള്ള ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പോ നമ്മള് ഏകദേശം 35 അതിലൊരു പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരാളെന്നാണ് നബീസുമ്മ. കാരണം 55 വയസ്സായിട്ട് പോലും എല്ലാ വയസ്സിലുള്ള ആളുകളുടെ ട്രിപ്പായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ 55 വയസ്സ് വരെയുള്ള ആളുകളിൽ പങ്കെടുത്ത ട്രിപ്പിൽ നബീസുമ്മയായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവേശത്തിലും. കാരണം ഒരുപാട് പ്രാവശ്യം പറയുകയും ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷം അനുഭവിച്ച നിമിഷം വേറെ ഉണ്ടായിട്ടില്ല, ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു. അതൊക്കെയാണ് എനിക്കെന്റെ അവരെ മകളാണ് അവരെ കൊണ്ടുവരുന്നത്, യാത്ര കൊണ്ടുവരുന്നത്. അപ്പൊ എന്റെ മോളാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. അപ്പം നമ്മളിങ്ങനെ നമ്മള് കോഴിക്കോട് നമ്മൾ അവരെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ആണ് അവര് നമ്മളെ ഇത് എടുത്ത് വരുന്നതും. അപ്പൊ അവര് വീണ്ടും വീണ്ടും അതിങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. ആ വീഡിയോയും അങ്ങനെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു റിവ്യൂ എന്നുള്ള രൂപത്തിൽ എടുക്കാൻ തുടങ്ങിയ വീഡിയോ ആണ്. പക്ഷെ നബീസുമ്മന്റെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷത്തിന്റെ ഒരു ഇതാണ് നമ്മൾ പുറത്തേക്ക് കണ്ടത്. നോർമൽ ഒരു റിവ്യൂ ആയിരുന്നെങ്കിൽ അത് ചിലപ്പോൾ എല്ലാവരും കണ്ട് ഇത്രയും വൈറലാവൂല. നമ്മളൊരു നോർമൽ വീഡിയോ പോലെ എടുത്ത് നോർമൽ വീഡിയോ പോലെ പോസ്റ്റ് ചെയ്തൊരു സാധനമാണ്. അത് കണ്ട കാണികൾക്ക് അത്രത്തോളം സന്തോഷം നൽകണമെങ്കിൽ അതിന്റെ ഒരു പ്യുവർ ഈ ട്രിപ്പിൽ മൊത്തം അവര് ഉമ്മയും മകളും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അവര് അവരുടേതായ ഒരു ലോകത്തുനിന്ന് വരുന്ന ആളുകളാണ്. കാരണം എല്ലാവർക്കും അറിയാം 3 പെൺകുട്ടികളാണ്. നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് അവരെ വളർത്തിയും കല്യാണം കഴിപ്പിച്ചൊക്കെ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നൊരു
ആളും കൂടിയാണ്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഷഹാന, നിങ്ങൾ ഈ ടൂർ കമ്പനിയൊക്കെ നടത്തുന്നവർക്ക് എങ്ങനെയെങ്കിലും ആളുകളെ ടൂറ് പോകാൻ പ്രേരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതിനൊരു ക്യാച്ച് വേർഡോ അല്ലെ ക്യാപ്ഷനോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു 10 സെന്റ് ഉണ്ടെങ്കിൽ അതിൽ 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും ടൂർ പോകണമെന്നാണ് നഫീസുമ്മ എല്ലാവരോടും പറഞ്ഞത്. അത് കേൾക്കുന്നവർ എന്നുവെച്ചാൽ ഈ സന്തോഷവും ആ വാചകവും കേൾക്കുന്നവർക്ക് കുറെ പേരെങ്കിലും അതിന് പ്രചോദിപ്പിക്കാം. ഒരു ടൂർ കമ്പനി നടത്തുന്ന ആൾ എന്ന നിലയിൽ എങ്ങനെയാണ് ആ ഉമ്മയുടെ സന്ദേശത്തെ നോക്കി കാണുന്നത്? ഷഹാന കേൾക്കാമോ? ഷഹാന കേൾക്കാമോ? നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഷഹാനയോട് ചോദിക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ കേൾക്കുന്നില്ല. സുൽഫത്ത്, ഇവിടെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, നമ്മുടെ മന്ത്രിമാർ, നെജുവിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ മന്ത്രിമാർ ഈ വൈറലാവാൻ കിട്ടുന്ന ഏതെങ്കിലും ഒരു ചാൻസ് അടുത്തൂടെ പോയാൽ കളയുന്നവരല്ല. അത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിൽ കുട്ടികളെ വിളിച്ചിട്ട് സംസാരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഏത് മന്ത്രിയായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ആ രീതിയിൽ കൂടി ഉപയോഗിക്കപ്പെടുന്നുണ്ടല്ലോ. അതൊന്നും തെറ്റല്ല. അവരുടെ ഒരു സാന്ത്വനം, ഒരു ഇടപെടൽ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്നതിന് നമ്മൾ ആ നിലയ്ക്ക് തന്നെയാണ് കാണുന്നത്. നമ്മൾ വാർത്തയാക്കാറുണ്ട്, ആളുകളിലേക്ക് എത്തിക്കാറൊക്കെ ഉണ്ട്. നോക്കൂ, ഇവിടെ ഒരു ഉമ്മ 3 മാസം മുമ്പ് യാത്ര പോയി, അവരവരുടെ ഒരു സന്തോഷം പങ്കുവെച്ചു, അവരെ പൊതുമധ്യത്തിൽ ഇത്രമാത്രം അപമാനിച്ചു. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് ഒരു മന്ത്രി വിളിച്ച് ഈ കാര്യം അന്വേഷിക്കാത്തത്? അല്ലെങ്കിൽ വെളിയിലേക്ക് വരും, നിങ്ങളല്ല വീട്ടിനുള്ളിൽ അടച്ചിരിക്കേണ്ടത് എന്ന ഒരു സന്ദേശം കൊടുക്കാത്തത്? നമുക്ക് വനിതാ മന്ത്രിമാരുണ്ടല്ലോ, MLA മാരുണ്ടല്ലോ, എണ്ണത്തിൽ കുറവാണെങ്കിലും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർക്ക് പോലും അങ്ങനെ തോന്നാത്തത്? അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് ആർക്കെങ്കിലും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ആ മരണത്തിന് അവർ വന്നില്ല എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അന്നോ അതിന് തൊട്ടടുത്ത ദിവസമോ അവർക്ക് അവിടെ പോയി അങ്ങനെ ഒരു സന്ദേശം കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ കൂടിയല്ലേ അവർ? പൊതുസമൂഹം നബീസുമ്മയുടെ കൂടെ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രമാത്രം കാരണം ആ വീഡിയോ ഒരു മനസ്സിന് കുളിർമ നൽകുന്ന ഒരു വീഡിയോ, വലിയൊരു സന്ദേശമാണ് അവർ കൊടുക്കുന്നത്. ആ രീതിയിൽ പൊതുസമൂഹം അവർക്കൊപ്പം തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ അത്തരം ആളുകൾ, കാരണം അവർക്കത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് എന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു സമയത്ത് അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ പലപ്പോഴും KK രമ വിധവയായ രമ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ ഈ മതത്തെ ചേർത്ത് പിടിക്കുന്നവർ, വോട്ടിന് വേണ്ടിയിട്ട് മതത്തെ ചേർത്ത് പിടിക്കുന്നവരാണ്. എല്ലാ ആണധികാര സ്ഥാപനങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവർ പുറമേ പറയുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്ത്രീകൾ വിധവകളായാൽ അങ്ങനെ ഇരിക്കണമെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ആരെയൊക്കെയോ. അതുകൊണ്ടായിരിക്കാം അവർക്കത് പറയാൻ കഴിയാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ സ്ത്രീ സമൂഹം അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു അത്തരം പ്രസ്ഥാനങ്ങളും സ്ത്രീകളുമൊക്കെ അവരെ കാണുകയും, കാരണം അവര് ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഒളിഞ്ഞിരിക്കേണ്ടവരല്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം സ്ത്രീകൾ അവർക്കൊരു പ്രായം അല്ലെങ്കിൽ വിധവയായതുകൊണ്ട് ഇതൊന്നും പുരുഷന്മാർക്ക് ബാധകമല്ല. എല്ലാ മതങ്ങളും, മോഹൻ ഭഗവത് പറഞ്ഞ ഒരു സന്ദേശം ഇപ്പൊ ഈ സമയത്ത് കാണുന്നുണ്ട്, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിന് മുമ്പുള്ളതായിരുന്നു സുവർണകാലം എന്ന്. എല്ലാ മതങ്ങളും എല്ലാ ആണധികാര സ്ഥാപനങ്ങളും സ്ത്രീകളെ തങ്ങളുടെ കാൽക്കീഴിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അത് അറിഞ്ഞോ അറിയാതെയോ പല ഘട്ടങ്ങളിലും പുറത്തു വരും. അതിന് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇസ്ലാം മതം അതിനെ കുറച്ചുകൂടി മറ്റുള്ളതിനെയൊക്കെക്കാളും കുറച്ചുകൂടി ശക്തമായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വിവരക്കേട് പ്രചരിപ്പിക്കുന്നു എന്ന് ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ വിവരക്കേടിനെ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, നാളെ ഇത് മറ്റൊരാളിന് പറയാൻ ഒന്നും മടിക്കണം, ഒരു ഉളുപ്പുമില്ലാതെ ഇത് പറയുന്നത്, ഞാൻ പറയുന്നത് സ്ത്രീവിരുദ്ധതയാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, നമ്മളെപ്പോഴും താലിബാനെ കുറിച്ചോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ഇറാനിലെയോ ഒക്കെ കാര്യം പറയുന്നത്, ഇവര് പറയുന്നതും ഇതിന്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്. ഇവർക്ക് ഇവിടെ അധികാരമോ പദവിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇവരിത് വിലക്കില്ലായിരുന്നു എന്നെന്താ ഉറപ്പ്? സ്ത്രീകള് യാത്ര ചെയ്യാൻ പാടില്ല, വിധവകളായതുകൊണ്ട് വീട്ടിലിരിക്കണം എന്ന് ഇവര് പരസ്യമായി വിലക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കില്ല എന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് മുസ്ലിം സമൂഹമായാലും സ്ത്രീകളായാലും ഇത്തരം ആളുകളെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവർക്ക് ഇന്ന് അധികാരം കയ്യിലില്ലാത്തത് കൊണ്ട് മാത്രം
അല്ലെങ്കിൽ അതിനുള്ള ഇന്ത്യ ആയതുകൊണ്ട്, ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടും ഭരണഘടന നൽകുന്ന ഉറപ്പുള്ളത് കൊണ്ടും മാത്രമാണ് ഇവരൊക്കെ ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് പറയാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ. അവരെ ഒറ്റപ്പെടുത്താനും അവരെ തുറന്നു കാണിക്കാനും കേരളീയ സമൂഹം തയ്യാറാകേണ്ടത്. ശരി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവർ ആ മൗനം വെടിഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്ത് മുമ്പ് അത്തരം തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിക്കൊണ്ട് ഈ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരിനി ഒതുങ്ങിക്കൂടാൻ, കാരണം അവർ അത്രമാത്രം ഭയന്നിട്ടുണ്ട്. ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, മരിച്ച വീട്ടിൽ പോവാതിരിക്കുന്നെങ്കിൽ അവർ അത്രയും ഭയന്നിട്ടുണ്ട്. അവരുടെ ആ ഭയത്തെ മാറ്റിക്കൊടുക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്, വനിതാ കമ്മീഷൻ പോലുള്ള സംഘടനകൾക്കുണ്ട്. വനിതാ കമ്മീഷൻ അധ്യക്ഷയൊക്കെ അവരെ വിളിക്കുകയാണ് വേണ്ടത്. അവരെ വിളിച്ച് അവരോട് നിങ്ങൾ വീട്ടിലിരിക്കേണ്ടവരല്ല എന്ന് പറയാൻ തയ്യാറാണ്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം ചർച്ചകൾ കൊണ്ട് ആ ഒരു ബോധ്യപ്പെടൽ അവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അവരൊറ്റയ്ക്കല്ല, കേരളത്തിലെ പൊതുസമൂഹം അവരോടൊപ്പമുണ്ട്. അവര് തെറ്റുകാരിയല്ല, തെറ്റ് ചെയ്തത് ഈ പണ്ഡിതനാണ്, അദ്ദേഹമാണ് അത് തിരുത്തേണ്ടത്. അതിനവരോട് മാപ്പ് പറയാൻ തയ്യാറാകേണ്ടതുണ്ട്. അവരുടെ തെറ്റെന്താണ്, അവരെന്ത് ചെയ്തു, എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയാൻ തയ്യാറാകേണ്ടതുണ്ട്. ആ സ്ത്രീയുടെ ദുരിത പർവ്വങ്ങൾ താണ്ടി വന്നപ്പോ ആ സമയത്ത് എത്രമാത്രം ഇവരെ സഹായിക്കാൻ ഏതെങ്കിലും മതസംഘടനകൾ ഉണ്ടായിരുന്നോ എന്നെനിക്കറിയില്ല. ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത്തരം പറച്ചിലുകൾ ഇത് കേട്ടിരുന്ന ആ സദസ്സിനെയാണ് ഞാൻ ഓർക്കുന്നത്. ആ സദസ്സ് ഇതെങ്ങനെ കേട്ടിരുന്നു എന്നാണ്. ഇവരുടെയൊക്കെ അല്ല, ഇന്ന് സ്ത്രീകൾ വളരെ വലിയ രീതിയിൽ യാത്ര ചെയ്യുന്നു. ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ ഈ പരന്നു കിടക്കുന്ന മുഴുവൻ കാണാൻ ആരാണ് വിധവയ്ക്ക് ഇത്തരം കാഴ്ചകൾ നിഷേധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ നിഷേധിക്കാൻ ഇയാൾ ആരാണ്? വിധവയായാലും അല്ലെങ്കിലും, പിന്നെ വിധവയല്ലാത്ത സ്ത്രീകളുടേതാണെങ്കിലും ഇയാൾ പറയില്ല എന്നൊന്നും ഉറപ്പില്ല. പക്ഷെ അത് കൂടെ കൂടെ ആവർത്തിക്കുന്നുണ്ട്. വിധവ വീട്ടിലിരിക്കണം എന്നുള്ളത് എല്ലാ മതത്തിന്റെയും ഒരു കാലത്ത് അത്തരം ഒരു ഇതായിരുന്നുവെങ്കിൽ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകുമ്പോൾ ഇത് മതത്തെ പുറകോട്ട്, മനുഷ്യനെ പുറകോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല, ഇപ്പൊ വിവരക്കേട് പറയുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കണം എന്ന് പോലും അറിയില്ല. ശരി, അദ്ദേഹത്തിന് പണ്ഡിതൻ എന്ന് വിളിക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതെ, പണ്ഡിതനെന്ന് നമ്മൾ വിളിച്ചില്ല, സ്വയം വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ മറ്റ് അതിഥികളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീമതി നെജു, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മകളുടെ പ്രസംഗ വീഡിയോ മുനവർ അലി ശിഹാബ് തങ്ങൾ പങ്കുവെക്കുകയും വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മലപ്പുറത്തെ ഒരു ഉസ്താദിന്റെ മകൾ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് നേടിയ ഒരു വാർത്ത ഞങ്ങൾ തന്നെ നൽകിയിരുന്നു. അപ്പോൾ യാഥാസ്ഥിതികമെന്ന് പറയുന്ന ഇടത്തു നിന്ന് പെൺകുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ പിന്തുടർന്ന് അത് നേടിയെടുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ തിട്ടൂരമൊക്കെ ഇറക്കുന്നവരുടെ വീടുകളിൽ പോലും അത്തരം സംഭവങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരിയായ, ആരും അനുഭവിച്ചിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത പട്ടിണി അനുഭവിച്ചിട്ടുള്ള ഈ നഫീസുമ്മയെ പോലെയുള്ളവരുടെ വീട്ടിൽ നിന്നാണെങ്കിൽ ചോദ്യങ്ങൾ ഉയരും, അവരെ വിചാരണ ചെയ്യും, അവരെ വീട്ടിലിരുത്തും. അപ്പോൾ ഇത് മുസ്ലിം സ്ത്രീകളിൽ തന്നെ വരേണ്യവർഗത്തിന് ബാധകമാകാത്ത മതനിയമങ്ങളാണോ മതപണ്ഡിതർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ സാധാരണ പറയുന്ന ഒരു പഴഞ്ചൊല്ലില്ലേ, ചാഞ്ഞു കിടക്കുന്ന മരത്തിലാണ് ഓടിക്കയറാൻ എളുപ്പം. അത്ര തന്നെ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇന്ന് ഞാൻ ഈ ചർച്ചയില് ഇതിലൊരു ശുഭസൂചകമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതി, ഇതില് ആ പ്രഭാഷകനെ അനുകൂലിച്ച് സംസാരിക്കാൻ വേണ്ടി ആരും വന്നില്ല എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ട് വേണം, ഒരു മാറ്റത്തിന്റെ സൂചനയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ മറ്റൊന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്, ഇത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഈ പണ്ഡിത വേഷധാരിയായിട്ടുള്ള മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം വാക്കുകൾ, അത് ഈ ഇസ്ലാമിലെ തന്നെ മറ്റ് സംഘടനകളാണ് കൂടുതൽ പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പല സംഘടനകളുണ്ടല്ലോ, പല വിഭാഗങ്ങൾ, ആ സംഘടനകളില് മനുഷ്യര്, അതിലെ പണ്ഡിതർ എന്ന് പറയാൻ എനിക്ക് ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുണ്ട്.
അവര് പറഞ്ഞ പ്രസംഗങ്ങള്, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള അവര് നടത്തിയ പ്രഭാഷണങ്ങളുടെ വീഡിയോകള് ബദലായിട്ട് ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ അവര് ഈ പറയുന്നതിന്റെ അടിസ്ഥാനം സ്ത്രീ വിരുദ്ധത തന്നെയാണ്. പക്ഷെ നിങ്ങളും സ്ത്രീ വിരുദ്ധതയല്ലേ പറയുന്നത്, അപ്പൊ ഞങ്ങൾ എന്തിന് നിങ്ങൾക്ക് ചെളിവാരി എറിയാനായിട്ട് എന്ത് അവകാശമുണ്ട് എന്നുള്ള തരത്തില് ഇതിപ്പോ ഒരേ തൂവൽ പക്ഷികളാണ് എല്ലാവരും. ആർക്കും ഇപ്പൊ ചില സംഘടനകൾ ഇവിടെ പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന കുറെ സംഘടനകളുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുള്ള ആളുകൾ, അവരുടെ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ ഇത്തരം സ്ത്രീ വിരുദ്ധതകൾ നമ്മൾ പല ഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഓർമ്മയുണ്ടാകും, ഒരു വത്തക്ക പരാമർശം ഉണ്ടായതും അതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ രംഗത്ത് വന്നതൊക്കെ നമ്മളൊരു ഘട്ടത്തിൽ കണ്ടിരുന്നതാണ്. അത് ഫറൂഖ് കോളേജിലെ ഒരു അധ്യാപകനായിരുന്നെന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം തന്നെ കുറച്ചു നാൾ മുമ്പ് ചുണ്ടത്ത് ചായം തേക്കണ സ്ത്രീകൾ വേശ്യകളാണെന്നുള്ളൊരു പരാമർശം നടത്തിയിരുന്നു. ഇതൊക്കെ ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റണം? എനിക്ക് എപ്പോഴും തോന്നുന്നു ഈ പുരുഷന്മാരെന്തിന് ഈ സ്ത്രീകളുടെ ചുണ്ടത്ത് നോക്കി നടക്കണം എന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത ഒരു സംഗതി. ഇവിടെ ഈ പൗരോഹിത്യം അല്ലെങ്കിൽ ഇവിടെ മതസംഘടനകൾ പ്രവർത്തിക്കേണ്ട എത്രയോ മേഖലകളുണ്ട്. ലഹരി വ്യാപകമായ തോതിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ രാസലഹരിയുടെ അടിമകളാണ് എത്രയോ മനുഷ്യരാണ്, എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ കുടുംബങ്ങളാണ് അതിന്റെ പേരിൽ ഇല്ലാതായി പോകുന്നത്. നല്ലതൊന്നും പറയാൻ സമയം ചെലവഴിക്കാതെയാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അവർക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി മതപണ്ഡിതർ സമയം ചെലവഴിക്കുന്നത്. ഇപ്പോൾ അബ്ദുൽ സലാം എന്ന മതപണ്ഡിതൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ സലാം, മണാലിയിൽ യാത്ര പോയ നഫീസ് ഉമ്മയെ അധിക്ഷേപിച്ച മതപണ്ഡിതൻ ഇതുവരെ ഈ സമയം വരെ ആ വിഷയത്തിൽ തനിക്ക് തെറ്റുപറ്റിയതാണെന്നോ ഇനി ആവർത്തിക്കില്ലെന്നോ മാപ്പ് പറയുന്നെന്നോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ തിരുത്തി ആ മതവിഭാഗത്തിൽ നിന്ന് ആരും തന്നെ രംഗത്തെത്തിയിട്ടില്ല, പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല. ഇത്രയും അധമമായ ഒരു വാചകം ഒരു മതപണ്ഡിതൻ മതം പ്രചരിപ്പിക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടുന്നിടത്ത് വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഒരു തിരുത്തുണ്ടാകാത്തത്? നമ്മുടെ കേരളത്തിലെ ഇപ്പൊ പുതിയൊരു ഇഷ്യൂ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരിക്കലും മതം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് മതത്തെ നമ്മൾ കാണരുത്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ വിശാലമായ ആശയലോകം അത് സ്ത്രീ പുരുഷനെ സംബന്ധിച്ച് മാത്രമല്ല, ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകൾക്കും ഓരോരുത്തർക്കും അവരുടേതായ അവകാശങ്ങൾ കൃത്യമായി വകവെച്ച് നൽകിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ വേദഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. സ്ത്രീയുടെ അവകാശങ്ങളുണ്ട്, പുരുഷന്റേതായ അവകാശങ്ങളുണ്ട്. ഒരു ജീവിതത്തിന്റെ ആനന്ദവും സംതൃപ്തിയും ഒക്കെ ഉൾക്കൊള്ളുക എന്നത് മനുഷ്യ ജീവിതത്തിന് ദൈവം അള്ളാഹു നൽകിയിട്ടുള്ള ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരു മതപണ്ഡിതനും അർഹതയില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക മതം പഠിക്കാത്ത, ഇസ്ലാമിന്റെ മതത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകൾ അറിയാത്ത പൗരോഹിത്യമാണ് യഥാർത്ഥത്തിൽ ഈ ഇടപെടലുകളിൽ ഇപ്പോൾ ചർച്ചക്ക് നേതൃത്വം വഹിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മണാലിയിൽ പോയ ഒരു സ്ത്രീ അവരുടെ കുടുംബത്തോടൊപ്പം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. അത് ഒരാളെ സംബന്ധിച്ചും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. നമ്മൾ ചർച്ചയിലേക്ക് പലരെയും ബന്ധപ്പെടുമ്പോൾ ആർക്കും ഈ വിഷയത്തിൽ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് വന്ന് ഒരു ചാനൽ ചർച്ചയിൽ, പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കുറിപ്പായി ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമില്ലാത്തത് അല്ലെങ്കിൽ അതിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമായി ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് വളരെ കൃത്യമാണ്. മുസ്ലിം സംഘടനകള് ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഞങ്ങൾ മാത്രമല്ല, നവോത്ഥാന സംഘടനകളായ പല ആളുകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രതികരണം തികച്ചും മതവിരുദ്ധമായ, മതം മനസ്സിലാക്കാത്തൊരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണം, ഒരു പ്രത്യേകമായ പരാമർശം മാത്രമാണ്. മതവിശ്വാസികളോ അല്ലെങ്കിൽ എന്നതാണ് വളരെ കൃത്യമായിട്ട് മതം ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ സംഘടനാ പ്രസ്താവനകൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് വരുന്നുമുണ്ട്. പല സംഘടനകളുടെയും പ്രസ്താവനകൾ വന്നിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയത്തില് എനിക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ഇസ്ലാം അനുവദിച്ചു നൽകിയിട്ടുള്ള അവകാശങ്ങൾ, അവരുടെ പൊതുജീവിതം, അവരുടെ വ്യക്തി ജീവിതം, അവരുടെ സാമൂഹിക ജീവിതം,
അവരുടെ സാമൂഹിക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ ഭാര്യമാരായ ഇണകളെ പല രൂപത്തിലുള്ള ഉല്ലാസയാത്രകളിലും കൊണ്ടുപോയിട്ടുണ്ട്. പ്രവാചകൻ അവരുമായി അവരുടെ ജീവിതത്തിൽ അവരുടെ ഉല്ലാസങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കായിക കാര്യങ്ങളിൽ വരെ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കും. നബി പ്രവാചകന്റെ മസ്ജിദിൽ വന്ന് അവിടെ കായിക അഭ്യാസം നടത്തിയ ആളുകൾക്ക് അത് കാണാനുള്ള അവസരം പ്രവാചക പത്നിമാർക്ക് പ്രവാചകൻ ഏൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ കൃത്യമായി മനസ്സിലാവുന്നത് ഇസ്ലാം കലകൾക്കോ അല്ലെങ്കിൽ ഇസ്ലാം നന്മകൾക്കോ ഇസ്ലാം ജീവിതത്തിന്റെ മതം എന്താണ് എന്ന് പറഞ്ഞത് താങ്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലും പറയാൻ പാടില്ലാത്തതാണെന്ന് പറയുന്നുണ്ട്. ഇത് മതം എന്താണെന്ന് അറിയാത്ത ആ വ്യക്തി പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. നോക്കൂ, പക്ഷേ ഒരു ഉമ്മ അതിന്റെ മനോവിഷമത്തിൽ അവർക്കുണ്ടായിരുന്ന സന്തോഷം അത്രയും തല്ലിക്കെടുത്തി ഒരു വീട്ടിൽ ഒളിഞ്ഞു താമസിക്കുന്ന നിലയിലെത്തിയിരിക്കുകയാണ്. ഒരു മരണം അറിഞ്ഞിട്ട് പോലും അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. നോക്കൂ, എല്ലാ മതം പറഞ്ഞ കാര്യങ്ങളും അനുസരിച്ച് യാത്ര പോയ സ്ത്രീയാണ്. ജീവിതത്തിന്റെ മുക്കാൽ ഭാഗമെന്നൊന്നും പറഞ്ഞാൽ പോരാ, അതിലും എത്രയോ അധികം നരകയാതന അനുഭവിച്ച് 3 കുട്ടികളെ വളർത്തി അവരെ ഒരു കരയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ബുദ്ധിമുട്ടേറിയതാണ്. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ അനുഭവിച്ച വേദന എന്താണെന്നത്. അങ്ങനെ ഒരു സ്ത്രീ ഇത്രയധികം ദിവസമായി വിഷമിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്ത്രീയെ ചേർത്ത് നിർത്താൻ തോന്നിയോ? അവരല്ല അകത്തിരിക്കേണ്ടതെന്ന് പറയാൻ തോന്നിയോ? അവർക്ക് സാന്ത്വനമാകാനോ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനോ ആരെങ്കിലും ശ്രമിച്ചോ? അതും ഉണ്ടാവേണ്ടതല്ലേ? വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗരോഹിത്യം പറയുന്നതല്ല മതം. മതം ഒരു ഭാഗത്ത് നിൽക്കുന്നു. മതത്തിന്റെ വേദഗ്രന്ഥങ്ങളോ മതത്തിന്റെ ചരിത്രങ്ങളോ മതത്തിന്റെ ഉള്ളറകളിലുള്ള സാംസ്കാരികമായ സാമൂഹികമായ ഇടപെടലുകളോ മനസ്സിലാക്കാതെ വെറും പൗരോഹിത്യത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായാൽ അതിനെ നമ്മൾ ആ രൂപത്തിൽ തന്നെ തിരിച്ചറിയും. ഒരു സ്ത്രീക്ക് ഇത്ര വലിയ ആത്മപീഡനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഇരയുടെ ഭാഗത്ത് നിൽക്കാനാണ് ഇവിടെയുള്ള നവോത്ഥാന സംഘടനകളൊക്കെ ശ്രമിച്ചിട്ടുള്ളതും ഇന്ന് വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അവരുടെ കൂടെ തന്നെയാണ്. കാരണം ഒരു സ്ത്രീക്ക് അവരുടെ കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാൻ, പേരക്കുട്ടികളുടെ കൂടെ യാത്ര ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട്. എന്തിനേറെ ഇപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമാണ്, അവർക്ക് ഒരു ഹജ്ജ് തീർത്ഥാടനം വലിയൊരു തീർത്ഥാടനമാണ്. കിലോമീറ്ററുകൾ ദൂരം യാത്ര ചെയ്യേണ്ട, ദിവസങ്ങൾ നിലനിൽക്കുന്ന തീർത്ഥാടന യാത്രകളിൽ പോലും അവർക്ക് സ്വന്തം രക്തബന്ധത്തിൽ ഇല്ലാത്ത ആളുകൾ, അവരുടെ രക്തബന്ധത്തിലെ ആളുകൾ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കൂടെ യാത്ര ചെയ്യാൻ പോലും അനുവാദം നൽകിയ ഒരു മതമാണ് ഇസ്ലാം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്ത്രീയെ ഒരിക്കലും അടിച്ചമർത്തിയിട്ടില്ല. ഈ സമയത്തിരുന്നതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. താങ്കൾ ചർച്ചയിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു എങ്കിൽ അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാമായിരുന്നു. പക്ഷെ നോക്കൂ, ഈ ചർച്ചയിൽ വന്നിരുന്ന് ന്യായീകരിച്ചില്ല എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുന്നില്ല. ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി പറഞ്ഞത് ശുദ്ധ വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്, അസംബന്ധമാണ്, ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം അത് തിരുത്തിയേ മതിയാകൂ. തിരുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഒപ്പം നഫീസ് ഉമ്മ അടുത്ത യാത്ര പുറപ്പെടുന്നതിന്റെ വാർത്തയ്ക്കായും നമുക്ക് കാത്തിരിക്കാം. ആ ഉമ്മ വീട്ടിലടച്ചിരിക്കേണ്ടവളല്ല, അവർ പുറത്തേക്ക് വരേണ്ടതാണ്. ഇതുപോലെ നല്ല സന്ദേശങ്ങൾ ഒരുപാട് സ്ത്രീകൾക്ക് നൽകേണ്ടവരാണ്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.